നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രണവിന്റെ കാറല്ലേ വരുന്നു? അതെ, പാവം പ്രണവിനെ അങ്ങ് പുകച്ച് പുറത്ത് ചാടിച്ചിട്ട് നീ പ്രണവിന്റെ കാർ പോലും അങ്ങ് സ്വന്താക്കി അല്ലേ? കൊള്ളാടി നീ. ഇനി ഒരിക്കലും പ്രണവിനെ തിരികെ ആ വീട്ടിലേക്ക് കയറ്റില്ലാന്ന് തന്നെ നീ അങ്ങ് ഉറപ്പിച്ചു. മനോഹരമായിട്ടുണ്ട്. ഈശ്വരമംഗലം വീട്ടിലെ പ്രണവിന്റേത് ഗൗതമിന്റേത് എന്ന് പറഞ്ഞ് ഒന്നും തരംതിരിച്ചു വെച്ചിട്ടില്ല. ആ വീട്ടിലുള്ളതെല്ലാം എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാ. പിന്നെ ഒരു കാര്യം നീ പറഞ്ഞില്ലേ, പ്രണവിനെ ഇനി ഒരിക്കലും വീട്ടിലേക്ക് കയറ്റില്ലാന്ന് തീരുമാനിച്ചുവെന്ന്. അതെ, ഒരിക്കലും വീട്ടിലേക്ക് കയറ്റില്ലാന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പക്ഷേ എന്റെ മകൻ പ്രണവിനെ അല്ല, നിന്നെ. നീ തലപുകച്ച് ആലോചിച്ചുണ്ടാക്കിയെടുക്കുന്ന കഥകൾക്കപ്പുറത്ത് ഒരു സത്യമുണ്ട്. ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഇന്നും ഈ അമ്മയും ഞാനും ഒക്കെ പ്രാർത്ഥിക്കുന്നത് പ്രണവ് എങ്ങനെയെങ്കിലും ഈശ്വരമംഗലത്തേക്ക് തിരിച്ചു വരണമെന്ന് തന്നെയാ. അത് നിനക്കറിയോ? ഓ, വല്ലാത്തൊരു പ്രാർത്ഥനയായിപ്പോയി. ഇനി നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ ഈ പ്രാർത്ഥന ദൈവം കേൾക്കും കേട്ടോ. പ്രണവ് ഈശ്വരമംഗലത്തേക്ക് തന്നെ മടങ്ങി വരികയും ചെയ്യും. പക്ഷേ പ്രണവ് മടങ്ങി വരുമ്പോ പ്രണവിന്റെ വലം കൈയില് എന്റെ ഈ ഇടം കൈ ഉണ്ടാകുമെന്നും മാത്രം. ഇനി ഒരു കാര്യം കൂടി അഡ്വാൻസ് ആയിട്ട് പറഞ്ഞുതരാം. ഈശ്വരമംഗലം വീട്ടിലേക്ക് ഞാനും പ്രണവും കൂടി വലതുകാല് വെച്ച് കയറുമ്പോ നീയും നിന്റെ ഈ അമ്മായിയമ്മേ ആ വീട്ടിൽ ഉണ്ടാവില്ല. അടിച്ച് പുറത്താക്കിയിരിക്കും രണ്ടെണ്ണത്തിന്. ഇത് ക്ഷേത്രമുറ്റോ? വെറുതെ വളവളാന്ന് വായി തോന്നിയത് വിളിച്ചു പറയാതെ നീ പോവാൻ നോക്ക്. അമ്മ വന്നേ. അതെ, ഇതുകൂടി കേട്ടിട്ട് പോ. വളവളാന്ന് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ പണ്ട്. ഇപ്പൊ കഥ മാറി മോളെ. ഞാൻ അമ്പലത്തിലേക്ക് വന്നത് തന്നെ എന്തിനാന്നറിയോ നിനക്ക്? പ്രണവ് പോകുന്ന ഡൽഹി മീറ്റിംഗില് പ്രണവിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണേന്ന് പ്രാർത്ഥിക്കാൻ. പതുക്കെ പതുക്കെ ഈശ്വരമംഗലത്തിന് മുകളിൽ ഞങ്ങളെ പിടിമുറുക്കുക. ഇനി അധികം വൈകില്ല സർവ്വതും എന്റെയും പ്രണവിന്റെയും നിയന്ത്രണത്തിലേക്ക് വരുന്ന കാലം എത്താൻ. നീ എന്താ പറഞ്ഞത്? ഡൽഹി മീറ്റിംഗ് എന്നോ? അതെന്നെ. അതിലെന്താ ഇത്രണ്ട് ഞെട്ട? ഡൽഹി മീറ്റിംഗ് എന്ന് പറയുന്നത് തെറിയൊന്നുമല്ലല്ലോ, ആണോ? ഡൽഹിയിൽ നടക്കുന്ന ബിൽഡേഴ്സ് കോൺഫറൻസിൽ ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനിയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ പോകുന്നതേ എന്റെ ഭർത്താവ് പ്രണവ. ഓ, ഇപ്പോഴല്ലേ കാര്യങ്ങൾ പിടികിട്ടിയത്. അപ്പൊ അതിനാണ് ഓഫീസിൽ വന്ന് പ്രണവ് ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തോണ്ട് പോയത് അല്ലേ? അവനെ ഇങ്ങനെ വേണ്ടാത്ത ഓരോ പണികൾക്കായി ഇറക്കി വിടുന്നത് നിന്റെ സ്ക്രൂ ആയിരിക്കും അല്ലേ? അതേലോ, ഞാൻ തന്നെയാണ് പ്രണവിനെ ഇളക്കി വിടുന്നത്. എന്താ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? പ്രണവിന്റെ ഭാര്യയല്ലേ ഞാൻ, എന്റെ കടമയല്ലേ അത്. ഞാൻ വേണ്ട എന്റെ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. പ്രണവിന് മീറ്റിംഗിന് പോകണമായിരുന്നെങ്കിലേ ഒരു വാക്ക് അവന് ഗൗതമിനോട് പറഞ്ഞ പോരായിരുന്നോ? ഗൗതം തന്നെ എല്ലാ ഡോക്യുമെന്റ്സും എടുത്തു കൊടുത്ത് അവനെ പറഞ്ഞു വിട്ടേനല്ലോ. ഓ, ഔദാര്യം. ഗൗതമിന്റെ മുന്നിൽ ചെന്ന് യാചിച്ച് പ്രണവ് കൈ നീട്ടി നിക്കണമായിരിക്കും അല്ലേ? ആ മോഹം ഇനി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. എന്റെ പ്രണവിനെ ഇനി ഈശ്വരമംഗലത്തിന്റെ പടിക്കല് വന്ന് നിന്ന് അത് തരുവോ ഇത് തരുവോ
ബിസിനസ് തുടങ്ങാൻ കുറച്ച് പണം തരുമോ എന്ന് യാചിക്കാനായിട്ടേ ഞാൻ വിടില്ല. ഇതേ പുതിയ കളിയാ. പിടിച്ചടക്കിയിരിക്കും സർവ്വതും. അതും നിയമത്തിന്റെ വഴിയിലൂടെ. എല്ലാം വിട്ടുതരാന്ന് പലവട്ടം പറഞ്ഞിട്ടും എന്തിനാ ശിവാനി ഈ വാശി? മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കി അടങ്ങുമെന്ന് കച്ച കിട്ടി ഇറങ്ങിയിരിക്കുവാണോ നീ? നിങ്ങളുടെ വിട്ടുതരലിന്റെ കള്ളക്കളിയൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാ ഡൽഹിയിൽ പോകുന്ന പ്രണവ് അഡ്വക്കേറ്റിനെ കാണാൻ തീരുമാനിച്ചത്. അഡ്വക്കേറ്റ് ഓം പ്രകാശ് എന്ന് കേട്ടിട്ടുണ്ടോ? ആളെ സുപ്രീം കോടതി വക്കീലാട്ടാ. ഈ ചാനൽ ചർച്ചകളിലൊക്കെ വരുന്ന ഒരു കിടുക്കാച്ചി കക്ഷി. സംസാരിച്ചു, ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ അങ്ങോട്ട് അവതരിപ്പിച്ചു. ഒരു ലൂപ്പ് ഹോൾ പറഞ്ഞു തരുകയും ചെയ്തു. ഒരു അന്വേഷണം നടത്തിയപ്പോഴല്ലേ സംഗതികളുടെ കിടപ്പോശം പിടികിട്ടിയത്. ദേ ഈ നിൽക്കുന്ന അമ്മയുണ്ടല്ലോ, ഈ അമ്മ അനാഥാലയത്തിൽ നിന്ന് ആ മോനെ ദത്തെടുത്തത് ഒരു വെള്ളക്കടലാസിൽ ഒപ്പിട്ട് കൊടുത്തിട്ടാ. അത്രേ ഉള്ളൂ, അത് മാത്രേ ഉള്ളൂ. എന്ന് വെച്ചാ അതിൻ്റെതായ നിയമങ്ങളൊന്നും പാലിച്ചിട്ടില്ലാന്ന്. അങ്ങനെ നിയമപ്രകാരമല്ലാതെ ദത്തെടുത്ത ആ മോന് ഈശ്വരമംഗലം വീട്ടില് യാതൊരു അവകാശവും ഇല്ലെന്നാണ് അഡ്വക്കേറ്റ് ഓം പ്രകാശ് പറയുന്നത്. ഗൗതം യാതൊരു അവകാശവും ഇല്ലാത്ത അനാഥനാണെന്നും സ്വത്തുക്കൾക്കും ബിസിനസിനും എല്ലാ അവകാശി പ്രണവ് മാത്രമാണെന്നും ഞങ്ങള് കോടതിയിൽ അങ്ങ് തെളിയിക്കും. അതിനിപ്പോ വലിയ സുപ്രീം കോടതിയിലെ വക്കീലിനെ കണ്ട് കാശ് കൊടുത്ത് കേസ് നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഗൗതത്തിനല്ലെങ്കിലും ഒരവകാശവും വേണ്ട. ഈശ്വരമംഗലത്തിന്റെ ഒരു തുരുമ്പ് പോലും എടുക്കാതെ ഞങ്ങൾ ഇറങ്ങുക തന്നെ ചെയ്യും. വേണ്ടെന്നേ, കാര്യങ്ങളൊക്കെ നിയമത്തിന്റെ വഴിയെ തന്നെ അങ്ങ് പോട്ടെ. സുപ്രീം കോടതിയിൽ നിന്ന് ഇൻഡാസ് വാങ്ങിക്കൊണ്ടുവരും. ഗൗതം ഗോപിനാഥ് ഈശ്വരമംഗലത്തേക്ക് വന്നു കയറിയ വെറും ഒരു തെരുവ് പട്ടി മാത്രമാണെന്ന് തെളിയിക്കുന്ന ഇൻഡാസ് ഇവിടുത്തെ പരമോന്നത കോടതിയുടെ ഉത്തരവുമായിട്ട് വന്ന് ആ തെരുവ് പട്ടിയെ ആട്ടി ഇറക്കി വിടുന്നതിനൊപ്പം ഈ 2 അവതാരങ്ങളെയും കൂടി അടിച്ചിറക്കും. ഈശ്വരമംഗലത്തുനിന്ന് പട്ടിക്ക് സമയം ഇറക്കി വിടും 3 എണ്ണത്തിനെ. അമ്മ വേണ്ട, അമ്മ മുറ്റോ ഇത്. അമ്മ വന്നേ. ഇവിടെ ഗൗതമിന് പറഞ്ഞത് കേട്ടില്ല. തെരുവ് പട്ടീന്ന് അതിന് എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? അമ്മ ഇങ്ങോട്ട് വന്നേ. വാ നടക്ക്, നമുക്ക് പോവാം.